എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് മാതാവിന്റെ പിറവി തിരുനാൾ ആഘോഷിക്കുകയാണ്. ഊട്ടുനേർച്ച ഉൾപ്പെടെ എല്ലാ വർഷവും വലിയ ആഘോഷമായിട്ടാണ് ഈ ഇടവകയിലെ വിശ്വാസികൾ മാതാവിന്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ എന്റെ പിറകിൽ കാണാവുന്ന ഒരു കേക്ക് ജപമാല കേക്കാണ്. ഏകദേശം 8,000-ഓളം വരുന്ന കപ്പുകളിൽ കേക്കുകൾ നിർമ്മിച്ച് അത് കൂട്ടിവെച്ച് ഒരു ജപമാലയുടെ രൂപത്തിൽ കേക്ക് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ കേക്ക് നിർമ്മിച്ചിട്ടുള്ളത് ചാലക്കുടിയിലെ ഊക്കൻ ഫാമിലിയാണ്. ബെന്നി ഊക്കൻ എന്ന് പറയുന്ന ചേട്ടന്റെ ഫാമിലിയാണ് ഈ കേക്ക് നിർമ്മാണത്തിൽ പ്രയത്നിച്ചിട്ടുള്ളത്. അവരുടെ മകളാണ് 5 ദിവസം 8,000-ഓളം കപ്പുകളിൽ ഇത് കേക്ക് ജപമാലയുടെ രൂപത്തിൽ നിർമ്മിച്ച് അത് ഇവിടെ ഇന്ന് കൊണ്ടുവന്ന് ഇത് ജോയിൻ ചെയ്ത ഒരു ജപമാല രൂപത്തിലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു കേക്ക്. ചാലക്കുടി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തിരുനാളുകളിലും ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമാണ് ത്രെഡ് ആർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ത്രെഡ് ആർട്ട് മാതാവിന്റെ ഒരു രൂപം CLC കുടുംബാംഗം നിർമ്മിച്ചത്. ഇന്നിപ്പോൾ കേക്ക് ഏകദേശം ഒരു 70 അടിയിലേറെ നീളമുള്ള ഒരു വലിയ കേക്കാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ കേക്ക് നിർമ്മിച്ചിരുന്നു. ഈ കേക്ക് ഇന്ന് ആദരണീയനായിട്ടുള്ള വികാരിയച്ഛൻ ഫാദർ വർഗീസ് പാത്താനച്ചൻ, അതുപോലെ MLA, ഇവിടുത്തെ നഗരസഭാ ചെയർമാൻ, അതുപോലെ തന്നെ ഇമാം, ടൗൺ ജുമാ മസ്ജിദിന്റെ ഇമാം ഹുസൈൻ ബാക്കവി തുടങ്ങിയവരെല്ലാം ചേർന്ന് ഈ കേക്ക് ഇവിടെ മുറിച്ച് വിശ്വാസികൾക്ക് നൽകിയിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. സന്തോഷമുണ്ട്. ഇത് 1-2 അമ്മച്ചിമാര് രാവും പകലും ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഊക്കൻസ് ഗ്രൂപ്പിലെ 3 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും എല്ലാം കൂടിയാണ്. വേറെ ബേക്കറിയിൽ ഉണ്ടാക്കിയതല്ല, അവർ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പം അത് അവര് ഹോം മെയ്ഡാണ്. അമ്മമാരുണ്ടാക്കിയതാണ്, മക്കളുണ്ടാക്കിയതാണ്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത. ഇത് ഒരു 8,000-ഓളം പീസ് ഉണ്ട്. ജപമാലയാണ്. അപ്പൊ ആ ജപമാലയായിട്ടാണ് 53 മണി ജപം, അതിന്റെ കുരിശും. പിന്നെ ഈ വലിയ കേക്ക്. ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ പള്ളിയുണ്ട്, രണ്ടാമത്തെ പള്ളിയുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പള്ളിയുടെ ചിത്രമൊക്കെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മഹത്വം പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ 1425-ാം ബർത്ത്ഡേ ആണ് ഈ ചാലക്കുടിയിൽ ആഘോഷിക്കുന്നത്. കടന്നൂരിലാണ് പള്ളിയുള്ളത്. അപ്പോൾ 14ാം ശതോത്തര രജത ജൂബിലി വർഷമാണിത്. ആ വർഷത്തിലെ ബർത്ത്ഡേ ആഘോഷമാണ്. ഇതിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ കേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ കേക്ക് കട്ട് ചെയ്യും. ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ കേക്കിനെ ദയാപൂർവ്വം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കുചേരുകയും ഇത് അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉന്നതത്തിൽ നിന്ന് സ്വർഗത്തിനുള്ള ശക്തി കൊണ്ട് നിറയാനും ശക്തിയാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനും കൃപയും അനുഗ്രഹവും നൽകിയിരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നമ്മളിത് മൊത്തം ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം നോ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ഓർ കളേഴ്സ് ആഡഡ്. പിന്നെ നമുക്ക് ഇത് മാതാവിന് നേർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, സോ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നടത്തിയതാണ്. ഇത് ഓൾമോസ്റ്റ് 8,000 പീസസ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 days. ഓൾമോസ്റ്റ്. നമുക്കിത് വന്നേക്കുന്നത് ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് ആണ് വന്നേക്കുന്നത് ബേസ് ആയിട്ട്. പിന്നെ ക്രീം വന്നേക്കുന്നത് ബട്ടർ ക്രീമാണ്. ഇത് സ്റ്റേ ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും ദിവസം ഇരിക്കണമല്ലോ. സോ ഇതിൽ ബട്ടർ ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനുണ്ട്, അമ്മയുണ്ട്, ഫാമിലിയിൽ അങ്കിൾ ആൻറ്റീസ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. പിന്നെ കടയിലെ സ്റ്റാഫ്സും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഒരു 10-15 പേരുണ്ടായിരുന്നു. മൊത്തത്തിൽ അവസാനമായപ്പോൾ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ പണ്ടേ ബേക്ക് ചെയ്യാറുണ്ടായിരുന്നു, അപ്പം ഞാനും ബേക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 12 years ആയിട്ട് ബേക്കിംഗ് ചെയ്യാറുണ്ട്. താങ്ക് യു.